കണ്ണില്ലാത്തവർക്ക് കണ്ണു കൊടുക്കാനോ, കാലില്ലാത്തവർക്ക് കാല് കൊടുക്കാനോ, കൈയില്ലാത്തവർക്ക് കൈ കൊടുക്കാനോ, കരളില്ലാത്തവർക്ക് കരള് കൊടുക്കാനോ, താൻ എന്ത് വേണമെങ്കിലും കൊടുക്കും, വഴിയിൽ നിന്ന് മാറും. അങ്ങനെ മാറാൻ പറ്റില്ല സുഹൃത്തുക്കളെ. ഈ പറയുന്നതൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ തുണി കൊടുക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾക്ക് തുണി വേണ്ടേ? അയ്യോ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഉടുത്തിരിക്കുന്ന തുണി ഉരിഞ്ഞു തരാനല്ല ഞാൻ പറഞ്ഞത്. കൊടുങ്കാറ്റും പേമാരിയും കൊണ്ട് നാടും വീടും നഷ്ടപ്പെട്ടവർക്ക് ഉടുതുണി വാങ്ങി കൊടുക്കാനുള്ള ഒരു ചെറിയ സംഭാവനയാണ് ഞാൻ ചോദിച്ചത്. അതിനിവിടെ എവിടെയാ കൊടുങ്കാറ്റും പേമാരിയും ഉണ്ടായത്? ഇവിടെങ്ങും അല്ല സുഹൃത്തുക്കളെ, അങ്ങ് ഭാരതത്തിന്റെ വടക്കിഴക്കേ കോണിൽ. നമ്മളെല്ലാം ഭാരതീയരല്ലേ? ഭാരതത്തിന്റെ വടക്കിഴക്കേ കോണിലായാലും തെക്കിഴക്കേ കോണിലായാലും പേമാരി പേമാരി തന്നെ അല്ലേ? താനി വന്നേ. അയ്യോ, കൈ വാങ്ങിക്കാൻ പാടില്ല. ഇതിനകത്തിട്ടാട്ടെ. ദുരിതാശ്വാസ നിധി പേമാരി പേമാരി പേമാരി. പിരിവന്താണി ഇവിടെ വരൂ. അല്ലെങ്കിൽ വേണ്ട, അവിടെ നിൽക്കേ, ഞാൻ അങ്ങോട്ട് വരാം. നിന്നെ ഞാൻ അകത്താക്കൂടാൻ തോന്നി. ഞാനെന്താ ഈച്ചയോ പൂച്ചയോ പഴുത്ത വാങ്ങിയ വല്ലതാണോ പിടിച്ച് അകത്താക്കാൻ? നിന്നെ ഞാൻ ലോക്കപ്പിനകത്താക്കുമെന്നാ പറഞ്ഞു. വകുപ്പ് 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 നിന്നെ ഞാൻ ഇതിനു മുമ്പ് താക്കീത് ചെയ്തിട്ടുള്ള പണപ്പിരിവ് നടത്തി ആളുകളെ വഞ്ചിച്ചിട്ട് വകുപ്പ് അറിയണ അല്ലട പൊക്ക. ഗുരുവായൂരപ്പ. എന്റെ പേര് അതല്ല, അന്തോണിന്ന. ഇവിടെ ഇന്ത്യൻ പീനൽ കോഡ് എന്നൊരു കോഡുണ്ട്. അതിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ? എന്തോ ഇന്ത്യൻ പീനൽ കോഡിലെ സെക്ഷൻ 118 വായിച്ചിട്ടുണ്ടോ എന്ന്? ഇല്ലെങ്കിൽ എന്നാ പിടിച്ചോ. If a person sufficiently declarations all the conditions of the locality or somebody give to anybody in the nationalities from tin collections are. tin collections എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇത് തന്നെ പാട്ടപ്പിരിവ്. From all the tin collections not to questions or answers in the nation rather the botheration. വല്ല പിടിയും കിട്ടിയോ? പാട്ടപ്പിരിവ് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജന്മാവകാശമാകുന്നു. അതിനെ ചോദ്യം ചെയ്യുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ വയസ്സുകാലത്ത് പെൻഷൻ മേടിച്ച് പിള്ളേരും ഒന്നിച്ച് വീട്ടിൽ കഴിയണമെന്നുണ്ടോ? അതോ? ഇല്ലില്ല, ഞാൻ ചോദ്യം ചെയ്തിട്ടുമില്ല, തടസ്സപ്പെടുത്തിയിട്ടുമില്ല. നിന്റെ ഇഷ്ടം എങ്ങനെയാന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോ. കഴിഞ്ഞില്ലേ? എനിക്കൊരു കേസ് അന്വേഷിക്കാം കേട്ടോ. ദോശ എടുത്തേ. ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായി? ഇവിടെ ഒരാളല്ലേ ഉള്ളൂ. കുറച്ച് ചമ്മന്തി ഒരു ചായ. സ്വല്പം താമസമുണ്ട്. താമസിക്കാൻ എനിക്ക് സമയമില്ല. എന്നാ പോയിട്ട് വന്നാ മതി. ഇതെവിടുത്തെ മര്യാദയാണ്? ഒരുത്തൻ രാപകൽ അധ്വാനിച്ച് പണവുമായി ചായ കുടിക്കാൻ വരുമ്പോ പോയിട്ട് വരാനോ? ഈ കിളിപാടിയിൽ വേറെ കടയില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? കടയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ കാശ് കൊടുക്കണം. പിന്നെ ഇതെന്തുവാ, പുളിങ്കുരുവാന്നോ? മേലായി കട ഞാൻ കാലൂത്തത്തില്ല. അന്തോണി അവിടെ നിന്നേ. അങ്ങനെ വഴിക്ക് വാ. ഇവിടെ തരാനുള്ള കാശ് തന്നിട്ട് പോയാ മതി. ഇവിടെ തന്നാ ഞാൻ അവിടെ എങ്ങനെ കൊടുക്കും? എങ്ങനെ കൊടുത്താലും വേണ്ടല്ല, മര്യാദയ്ക്ക് കാശ് തന്നിട്ട് പോയാ മതി. ഇപ്പൊ തരാൻ പറ്റില്ല. അത് വേണ്ടല്ല, ഞാനങ്ങോട്ട് എടുത്തോളാം. അയ്യോ, എന്നെ കളിപ്പിക്കാൻ അതൊന്നും നടക്കില്ല. അയ്യോ, ഈ ജഗതമ്മ കളിപ്പിക്കാന്ന് വിചാരിച്ചല്ലേ? അതൊന്നും നടക്കില്ല മോനെ. കടുവായ കിടുവാ പിടിച്ചെന്ന് കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോഴാ നേരിട്ട് കണ്ടത്. ഈശ്വരനുണ്ടെന്ന് ഇപ്പൊ പൂർണ്ണ ബോധ്യമായി. ഇനി ഇത്രയും കാലം ഈശ്വരാന്ന് വിളിച്ചു കിടന്ന എന്തിനാ? ഇത്രയും നാൾ വിളിച്ചിട്ട് ഇപ്പോഴാ വിളി കേട്ടെന്ന് കൂട്ടിക്കോളൂ. എണ്ണി എടുത്തോ, ഗതികെട്ട കാശ, ഗുണം പിടിക്കത്തില്ല. പോണി. അയ്യോ, ഇരുന്നാട്ടെ. ഏതായാലും അന്തോണി പറഞ്ഞിട്ട് പോയത് സത്യമാണ്. ആളുകളെ കബളിപ്പിച്ച കാശല്ലേ. അവരുടെ പേര് തന്നെ തിരുവന്തോണി. പേരെന്തായാലെന്താ, ആള് പണ്ഡിതനോ? ഇന്ത്യൻ പീനൽ കോഡൊക്കെ പച്ചവെള്ളം പോലാ. വാഴക്കുല വേണോ ജഗതമ്മേ? വേണോന്നോ? പിന്നെന്തിനാ അതോടെ കൊണ്ടുവന്നേ? എങ്കിൽ എണ്ണ എടുത്തിട്ട് കാശിങ്ങടാ. പാലോചേട്ടൻ നിന്നെ എണ്ണയാ മതി. എന്നിട്ട് അതിന്റെ വില പെട്ടിന്ന് എടുത്തു. കൈ ഒഴിയാഞ്ഞിട്ടാ. വേണ്ട വേണ്ട, അങ്ങനെ എന്നെ വിശ്വസിക്കരുത്. എന്നെ നല്ല അതെറ്റ് ആരെയും വിശ്വസിക്കരുത്.
ജഗദമ്മയുടെ കൈ ഒഴിയുന്നവരെ ഞാനിവിടെ ഇരുന്നോളാം. അല്ല, ഇന്നത്തെ പത്രം വന്നില്ലേ? മത്തായി ബസ് വന്നില്ലല്ലോ. ബസ് വരാതെ കിളിപാടിക്കാർക്ക് പത്രം വായിക്കാൻ ഒക്കുമോ? എല്ലാവരും രാവിലെ വായിക്കുന്ന പത്രം കിളിപാടിക്കാർ വായിക്കുന്നത് സന്ധിക്ക. അതെ, പ്രസിഡന്റിന് ഈ പ്രശ്നം മത്തായി മുതലാളിയുടെ ശ്രദ്ധയിൽ ഒന്ന് പെടുത്തിക്കൂടെ? ഓ, എത്രയോ പ്രാവശ്യം പെടുത്തിയതാ, ഒന്നും നടക്കില്ല. അയാള് വെറും മത്തായി അല്ല, കാട്ടുമത്തായി തന്നെയാണ്. ഉദാരമായി സംഭാവനയാണ് സാർ, ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. ആറാട്ടിന് കൊണ്ടുവന്ന ഒരു ആന 7 പേരെ കുത്തിക്കൊന്നു സാർ. എത്ര പേരെ? 7 പേരെ. 7 കുടുംബങ്ങളിലും കൂടി 756 മനുഷ്യ ജീവിതങ്ങളെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കുന്നതിന് വേണ്ടി ഉദാരമായി സംഭാവനയാണ് സാർ. നിർത്ത്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ 7 പേരിൽ ഒരാള് പോലും ഇൻഷൂർ ചെയ്തിരുന്നില്ലേ? അയ്യോ ഇല്ലല്ലോ സാർ, അതവർക്ക് അറിയില്ലായിരുന്നു. കഷ്ടം. കണ്ടോ എത്ര ലക്ഷം രൂപയാണ് ആ കുടുംബങ്ങൾക്ക് നഷ്ടപ്പെട്ടെന്ന് നോക്കൂ. അപകടങ്ങൾ ഓർക്കാപ്പുറത്താണ് തല്ലി വന്നു വീഴുന്നത്. കരുതിയിരിക്കുന്നതാണ് ബുദ്ധി. അതൊക്കെ പോട്ടെ, താങ്കൾ ഇൻഷൂർ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിലും ഉടനെ ചെയ്യണം. താങ്കളുടെ തൊഴിൽ വെച്ച് നോക്കുമ്പോ കൈയും കാലും ഇൻഷൂർ ചെയ്യുന്നതാണ് നല്ലത്. കാര്യം ഇതുപോലുള്ള തൊഴിൽ കൊണ്ടു നടക്കുന്നവരുടെ കൈയും കാലും ആളുകൾ തല്ലി ഒടിക്കും. അപ്പൊ ഇൻഷൂർ ചെയ്താൽ വീണു പോയാലും പട്ടിണി കൂടാതെ കഴിയാം. എന്തു പറയണു? എഴുതട്ടെ ഒരു പോളിസി? അല്ല, ഒന്നുമില്ല. പോയി വാ മോനെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാം. കുറെ കാലം ഞാൻ ഇവിടെ ഉണ്ടാവും. എങ്കിൽ നമുക്കൊരു ഐക്യ മുന്നണിയായിട്ട് നീങ്ങിയാലോ? തെരഞ്ഞെടുപ്പ് വരികയല്ലേ? വേണ്ട, ഒരു മുന്നണിയും വേണ്ട. പിരിവ് വേറെ, LIC വേറെ. സ്ഥലം ഇവിടെ. ഇവൻ എവിടുന്ന് വന്നടാ? അതിരിക്കട്ടെ, ഇവിടെ തന്നെ വരാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? ആരെങ്കിലും പറഞ്ഞയച്ചതാണോ അതോ? ആരും പറഞ്ഞയച്ചതല്ല, സ്വയം തോന്നി വന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, ഇതാണ് ദൈവനിശ്ചയം എന്ന് പറയുന്നത്. എനിക്കൊരു സഹായിയെ വേണമെന്ന് കുറെ നാളുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു. ഉടനെ ദൈവം അയച്ചെന്ന് കണ്ടോ? എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത്? നിനക്ക് സഹായത്തിന് ഞാനില്ലേ ചെകരെ ഇവിടെ? നിങ്ങളുടെ ഒരു സഹായം ഒന്നും വേണ്ടാതെ മനുഷ്യ അവിടെ. നിങ്ങൾക്ക് ചായക്കടപ്പണിയല്ലോ അറിയാവോ? ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. ആയിക്കോട്ടെ, ചായക്കടപ്പണി ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. ഇവിടെ വരുന്നവരെയൊക്കെ ഇൻഷുർ ചെയ്യുകയും ചെയ്യാം. സമ്മതാണോ? ഓ, സമ്മതാ. ആ, എങ്കിൽ പെട്ടി എടുത്തകത്ത് വയ്ക്കൂ. അപ്പൊ എന്റെ പെട്ടിയോട് ജഗതേ. അതെടുത്ത് പുറത്തോട്ട് വയ്ക്കും. ജഗതേ, ഇങ്ങോട്ട് നീങ്ങുന്നേ. ബാ. ആദ്യമായിട്ട് ഇദ്ദേഹത്തെ ഒന്ന് ഇൻഷൂർ ചെയ്യുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. പണം കിട്ടും. കിട്ടുവോ? പിന്നെ ഭാഗ്യം, ഭാഗ്യം. പറഞ്ഞു തീർന്നില്ല. ഭാഗ്യം കണ്ട. ഭാഗ്യം നിങ്ങളെ വിളിക്കുന്നു. കേരള ടൊറണ്ടൈ, കർണാടക ടൊറണ്ടൈ, ആന്ധ്ര ടൊറണ്ടൈ, തമിഴ്നാട് തൊണ്ടണേ. എന്താ ഇത്? ഇവിടെ പിരിവെടുക്കാണോ? ഇത് പിരിവല്ല സുഹൃത്തെ, ഞാൻ ലോൺ എടുക്കുകയാണ്. ലോൺ. ലോണോ? ഇതെന്താ ബാങ്കോ? ലോൺ എടുക്കാൻ? എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ബാങ്കാണ്. എന്റെ ഈ കാശ് കിട്ടുമ്പോ ഞാൻ പലിശ സഹിതം ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടും. നേരാണോ തോണിച്ച? പിന്നെ ഞാനിപ്പോ എടുത്തതല്ലേ കണ്ടുള്ളൂ. ഞാൻ കൊണ്ടുവന്ന് ഇടുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണില്ല. കാരണം നിങ്ങൾ ആരും നല്ലത് കാണില്ല, ഒരുത്തന്റെ തെറ്റുകൾ മാത്രമേ കാണൂ. സുഹൃത്തെ, ഇത് ശരിയല്ല. നിങ്ങൾക്കറിയാമോ ഇതിനെപ്പറ്റി ടോൾസ്റ്റോയ് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന്? ഐ വണ്ടേഴ്സ് വിത്ത് കൺട്രീസ് സീ റൈറ്റ് ആൻഡ് റോങ്, ഓ മാൻ. ഇറ്റ് ഈസ് എ റോങ് ആൻഡ് റൈറ്റ് ആൻഡ് റോങ്. യുവർ ഐസ് ഡസ്റ്റ് ആൻഡ് യു ഡസ്റ്റ് അതേഴ്സ് ഐസ്. അങ്ങനെയിരിക്കും ആണുങ്ങളോട് കളിച്ചാൽ. മൈസൂട്ട് ആശുപത്രിയിൽ നേരിട്ട് ചെന്ന് ജാമ്യം കൊടുത്ത ചരിത്രമുണ്ടോ? ഇതുപോലൊരു ജനാധിപത്യം ഈ ഭൂമുഖത്ത് എവിടെയെങ്കിലും ഉണ്ടോടാ പത്രോസേ? ജനാധിപത്യമല്ല പൗലോസ് ചേട്ടാ, ജനാധിപത്യ സോഷ്യലിസം. നമ്മൾ സോഷ്യലിസത്തിലേക്ക് ത്വരിതഗമനം ചെയ്തുകൊണ്ടിരിക്കുകയാവുന്നു. എന്നിട്ടും നമ്മുടെ മുക്കിനെ പറ്റി അപവാദം പറയുന്നവരെ തൊയ്ക്കണം.
ഉദ്യോഗസ്ഥന്മാർക്ക് പരിശോധിക്കാൻ സ്വാതന്ത്ര്യം, മത്തായി മുതലാളിക്ക് അവരെ തൊഴിക്കാൻ സ്വാതന്ത്ര്യം, ഇതെല്ലാം പൊട്ടിച്ചെടുക്കാൻ മുഖ്യമന്ത്രിക്ക് സ്വാതന്ത്ര്യം. ഇതല്ലേ യഥാർത്ഥ ജനാധിപത്യ സോഷ്യലിസം? ഈ ബസിന്റെ കാര്യത്തിൽ ഇനി എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താലേ ശരിയാവില്ല. എന്തൊരു കഷ്ടപ്പാടാ നോക്കണേ. നാളെ ബസ് അവിടെ നിർത്തട്ടെ. വന്നാട്ടെ സാർ. വരണം സാർ. വന്നാട്ടെ. ഇരിക്കണം. ഇരിക്കണം സാർ. സാർ എപ്പോഴും പറയാറില്ലേ ഈ പണി നിർത്തണം, തെറ്റല്ലേ, ദോഷമല്ലേ എന്നൊക്കെ. സാറ് കണ്ടോ, എന്റെ അപ്പനാണ്. 7 വർഷമായി ഇതേ കിടപ്പിലാണ്. ജൈനമ്മേ, എന്റെ പെങ്ങളാ. വയസ്സ് 20ആയി. ഞങ്ങൾ 3 പേരുടെയും ചെലവ് നടക്കണം. അപ്പന് മരുന്നും കഷായമൊന്നും പറഞ്ഞ് ദിവസം 5-8 രൂപ വേണം. പലപ്പോഴും തോന്നിയതാ ഇവർക്ക് വിഷം കൊടുത്തിട്ട് ഞാനും അങ്ങ് കഴിച്ചാലോ എന്ന്. പക്ഷെ അതൊരു പരിഹാരമാവില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യണം സാർ? കൈ നീട്ടി തെണ്ടുന്നതിന് പകരം പാട്ട് നീട്ടി കാണിക്കുന്നു എന്ന് മാത്രം. ഞാനിത് നിർത്തണോ സാർ? നിന്നെ ഞാൻ തോട്ടത്തിലാക്കി, തോട്ടം രക്ഷിപ്പാനോ കായികനികൾ ഭക്ഷിപ്പാനോ. മോളെ, മോളമ്മേ. എന്താ അപ്പച്ച? മോളമ്മ വാ. ക്ലാരമ്മ എവിടെ? ഞാൻ എവിടെ പോവാനാ? ബാബാ. ക്ലാരമ്മ ഇവിടെ, മോളമ്മ ഇവിടെ. ക്ലാരമ്മേ, നീ എത്ര നാളായി എന്നോട് റേഡിയോ വേണോന്ന് പറയുന്നു? ദാ പിടി. എപ്പടി? ഇപ്പോഴെങ്കിലും നിന്റെ കെട്ടിയോനെ നിനക്ക് മനസ്സിലായല്ലോ. അല്പം താമസിച്ചാണെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാ വാങ്ങിച്ചു തരും. ആ മോളെ, ദാ നിനക്ക് ഇഷ്ടമുള്ള കല്ലുമ്മക്കായ അപ്പച്ചൻ ഷാപ്പിൽ ചെന്നപ്പോ ദാ അവിടെ ഇരിക്കും. പൊതിയടാ ഒരു പൊതി എന്ന് പറഞ്ഞു. ദാ പിടി. എപ്പടി? ക്ലാരമ്മേ, അത് പറയാൻ ഞാൻ അങ്ങ് മറന്നു. ഈ വരുന്ന ഞായറാഴ്ച മോളെ പെണ്ണ് കാണാൻ അവരൊക്കെ വരുന്നുണ്ടെന്ന്. ഇത് പറയാൻ വേണ്ടി അറപ്പിൽ ഔസേപ്പച്ചൻ ഷാപ്പിൽ വന്നു. സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവനും വാങ്ങിച്ചു കൊടുത്തു ഒരു കുപ്പി. എപ്പടി? തന്നെ.